ഇപ്പോ ഈ ഹജ്ജ് കാലാണല്ലോ പൊതുവിൽ. അപ്പൊ ആളുകൾ പൊതുവില് മനസ്സിലാക്കിയിരിക്കുന്നത് ഒന്നുകിൽ ഒക്കെ കഴിഞ്ഞ എല്ലാ ഇടപാടും ഇതൊക്കെ കഴിഞ്ഞ് ആക്കം പോലെ പതിയെ സമയം ഉണ്ടാകുമ്പോ പ്രായമാകുമ്പോ ചെയ്താൽ മതിയാലോ, അല്ലെങ്കിൽ വൻ സമ്പന്നനായി എന്തെങ്കിലുമൊക്കെ ആയി എല്ലാം കഴിഞ്ഞിട്ടൊക്കെ ചെയ്താൽ മതി എന്നൊരു പൊതുധാരണ ഉണ്ട്. പൊതുവിൽ അങ്ങനെയാണോ? കാരണം ഇസ്ലാമിലെ നിസ്കാരം പോലെയൊക്കെ പറയുന്ന ഒരു സാധനമാണല്ലോ ഹജ്ജ്. അതിന് അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടോ? എന്താണ് അതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്? രണ്ട് സംഗതികൾ ഇവിടെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഉദ്ദേശിച്ച എല്ലാവർക്കും എല്ലാ അർത്ഥത്തിലും നിയത്ത് ചെയ്ത് ഇറങ്ങിയാലും ഹജ്ജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട്, തിരക്ക് കൊണ്ടും ഇതൊക്കെ. രണ്ടാമത്തത്, ഉദ്ദേശിക്കുക പോലും ചെയ്യാതെ എല്ലാ ഷർത്തുകളും ഉപാധികളും ഒത്തിണങ്ങിയിട്ട് അങ്ങനെ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന ബോധമില്ലാതെ നടക്കുന്ന വലിയൊരു വിഭാഗമുണ്ട്. ആദ്യത്തെ വിഭാഗം അള്ളാന്റെ മുമ്പിൽ കുറ്റക്കാരല്ല, സാമ്പത്തിക ശേഷിയും ശാരീരിക ശേഷിയും ഉണ്ട്, പോയി ഹജ്ജ് ചെയ്ത് വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ഒരാള്, അയാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് വാജിബാണ്, ഫറലാണ്. അഥവാ അങ്ങനെയുള്ള ഒരാൾ ഹജ്ജ് ചെയ്തിട്ട് ബോധപൂർവ്വം ഇതൊക്കെ ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ ഓൻ മുസ്ലിമായി പരിഗണിക്കൂല. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. നിസ്കരിക്കാത്തവരെ ഞാൻ നിസ്കരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ ഓൻ മുസ്ലിമായി പരിഗണിക്കൂല. ഞാൻ സക്കാത്ത് കൊടുക്കൂല എന്ന് ഒരാൾ പറഞ്ഞാൽ ഓനെ മുസ്ലിമായി പരിഗണിക്കൂല. എന്നതുപോലെ ഹജ്ജിന് വാക്ക വലിയ പൈസ ചെലവുള്ള കാര്യം, ഇവിടെ ഭയങ്കര ബിസിനസ്, അതിനേക്കാൾ 4-5 ലക്ഷം ഉറുപ്പിയും കൊണ്ട് ഹജ്ജിന് പോകണം, അതിന് കൂടെ ഇവിടെ പറമ്പ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 4 തെങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഒരാൾക്ക് ചിന്തിക്കാം. അപ്പൊ അതുകൊണ്ട് അയാൾ അങ്ങനെ ആ മനസ്സോടു കൂടിയാണ് ഹജ്ജ് ചെയ്യാത്തതെങ്കിൽ ഓനെ മുസ്ലിമായിട്ട് പരിഗണിക്കപ്പെടൂല. അതുകൊണ്ട് സഹാബിമാരൊക്കെ പറഞ്ഞ ഫൽ യമുത് യഹൂദിയൻ ഔ നസ്രാനിയൻ, ഓൻ ജൂതനോ നസ്രാനിയായിട്ട് കൊല്ലപ്പെട്ടോട്ടെ, മരിച്ചോട്ടെ. ഖുർആൻ തന്നെ പറഞ്ഞ വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയുൻ എന്നാ ഖുർആൻ തന്നെ പറയുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പറഞ്ഞ ശേഷേ വമൻ കഫറാൻ, ഓ കാഫറായി എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. എല്ലാ സൗകര്യം ഉണ്ടായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നല്ല ശമ്പളം വാങ്ങുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, 1 ലക്ഷം റുപ്യ മാസത്തിൽ ശമ്പളം വാങ്ങുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ, അയാളെ PF മാത്രം 10 ലക്ഷം 20 ലക്ഷം ഒക്കെ ഉണ്ട്. അപ്പൊ അയാളെ ഹജ്ജ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാല് അയാളിനെ ഹജ്ജ് ചെയ്യാൻ വേണ്ടി നിയത്തിച്ച് ഇറങ്ങിയാൽ തന്നെ കിട്ടിക്കോണമെന്നില്ല. ഈ പ്രാവശ്യം ഹജ്ജ് ചെയ്യാൻ 10,42,000 ആളുകൾക്ക് പൈസ ഒക്കെ അടച്ച ആളുകൾക്ക് പോകാൻ പറ്റിയില്ല. അത് വേറെ വിഷയം, അള്ളാന്റെ മുമ്പിൽ ഒരു കുറ്റക്കാരല്ല. അതേസമയം ഹജ്ജിന് അങ്ങനെ ചിന്ത പോലും ഇല്ലാതെ നീങ്ങുക എന്ന് പറയുന്നത് ഗുരുതരമായ അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ്. അത്തരം ആളുകൾ മാറി ചിന്തിക്കണം എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് അവർ എപ്പോഴും അപേക്ഷിച്ചുകൊണ്ടിരിക്കണം. അത് അവരുടെ നിയത്തിൻ്റെതനുസരിച്ച് ഭാഗ്യണ്ടേ കിട്ടും. ഇനി പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ പോകാൻ മാത്രം സാമ്പത്തിക ശേഷിയുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ പോകണം. അക്കാര്യത്തിൽ വീഴ്ച ഉണ്ടാകുന്നത് അവരുടെ ഈമാനിനെയും ഇസ്ലാമിനെയാണ് ബാധിക്കുക.